ഓണമൊക്കെ അല്ലേ, എന്നാൽ പിന്നെ നമുക്കൊരു ഇഞ്ചിക്കറിയുടെ റെസിപ്പി ആയാലോ. നമുക്ക് ഫ്ലെയിം ഒന്ന് കത്തിച്ച് കൊടുക്കാം. ചീനിച്ചട്ടി നമുക്ക് ദേ വെച്ച് കൊടുക്കാം. ചട്ടി നല്ലോണം ചൂടായി വന്ന് നമുക്ക് ദേ ഇഞ്ചി ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇഞ്ചി നല്ലോണം ചെറുതായിട്ട് മുറിച്ച് നല്ലോണം കഴുകി പിഴിഞ്ഞെടുത്ത് അരിപ്പയിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പം ഇഞ്ചി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1/2 കിലോ ഇഞ്ചിയാണ് ചെറുതായിട്ട് അരിഞ്ഞ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തേക്കൊണ്ട് നല്ലോണം ചട്ടി ചൂടായി കിടപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം നല്ലോണം ഒന്ന് പോയി വരട്ടെ. നമ്മുടെ ഇഞ്ചി നല്ലോണം കഴുകിയിട്ട് നല്ലോണം അരിച്ചാണ് നമ്മൾ എടുത്തത്. എങ്കിൽ പോലും ആ വെള്ളം ഇറങ്ങുന്നുണ്ടോ ഇഞ്ചിയിൽ നിന്ന്? ആ വെള്ളം എല്ലാം പോയി, വെള്ളമേ എല്ലാം പോയാൽ ഈ ഇഞ്ചിക്കറി നന്നായിട്ട് ഇരിക്കുള്ളൂ. ഒരു 10 മിനിറ്റ് ഇങ്ങനെ കിടന്നു കഴിയുമ്പം ആ ഇഞ്ചിയിലുള്ള എല്ലാ വെള്ളവും വലിഞ്ഞു വരും. മൊത്തം വെള്ളം വലിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എണ്ണ ഒഴിച്ച് ഇത് വറുത്തെടുക്കുകയുള്ളൂ. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഇഞ്ചിയിലുള്ള വെള്ളം മൊത്തമായിട്ട് ഉണ്ടാവും. വെള്ളമയം മൊത്തമായിട്ട് പോയി. അതിൻ്റെ ക്വാണ്ടിറ്റി ഇപ്പം തന്നെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്ര സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് എണ്ണയിൽ ഒഴിച്ച് വറുത്ത് വരുമ്പോൾ നമുക്ക് കാണാം കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. വെള്ളം മൊത്തം നല്ലോണം പോയിട്ടുണ്ട് കേട്ടോ, നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കുറച്ച്. ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതേ നമ്മൾ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ കിടന്നാണ് ഈ ഇഞ്ചി മൊത്തം വറുത്ത് നമുക്ക് കോരേണ്ടത്. ഒരു 1/2 മണിക്കൂറോളം നമുക്കിങ്ങനെ ഇഞ്ചി എണ്ണയിൽ കിടന്ന് നല്ലോണം മറന്ന് വന്നം. കുറച്ച് എണ്ണ മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എണ്ണ ആവശ്യത്തിന് തോന്നുവാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതുപോലെ നമുക്ക് 1/2 മണിക്കൂർ കൊണ്ട് ഇത് വറുത്ത് നല്ലോണം കോരാം. നമ്മുടെ ഇഞ്ചി ഇതേ അടിപൊളിയായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ വറന്ന് വരണം. നല്ലോണം വറുത്തിരുന്നാലേ കുറച്ച് ദിവസമൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ നല്ലോണം എണ്ണ കിടന്ന് വറന്ന് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നല്ലോണം ദേ വറുത്ത് നമ്മൾ എടുക്കുന്നുണ്ട്. നല്ലോണം ദേ വറുത്ത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 15-20 മിനിറ്റ് ആയി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. കുറച്ച് നേരം കൂടി ഇങ്ങനെ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ 75-80% നമ്മളിത് ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് കോരി അങ്ങ് ഇടാം. ഒരു 7-8 പച്ചമുളക് എരിവനുസരിച്ച് അങ്ങ് ഇടുക. ആവശ്യത്തിന് ഉപ്പ് അങ്ങ് കോരി നമ്മൾക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് പിന്നീട് ആവശ്യം എന്ന് തോന്നിയാൽ തോർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നമുക്ക് കൊടുക്കാം. നമുക്ക് നല്ലോണം ആ പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പും പഞ്ചസാരയും എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ആ നടുക്കുന്നൊന്ന് മാറ്റിയത് വെക്കും. എണ്ണ കുറച്ചുകൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കും. ആ എണ്ണയിലേക്ക് ദേ കുറച്ച് കടുക് നമ്മളങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ആ കടുക് നല്ലോണം പൊട്ടി വരട്ടെ കേട്ടോ. കടുക് നല്ലോണം ദേ പൊട്ടി വന്നിട്ടുണ്ട്. നമ്മളൊരു 3-4 പത്തൽ മുളക് കീറി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ദേ ഒരു 3-4 പത്തൽമുളക് നമ്മളങ്ങ് ഇട്ട് കൊടുത്തു. അപ്പോൾ ആ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നല്ലോണം ഒന്ന് മുരിഞ്ഞിങ്ങ് വരട്ടെ കേട്ടോ. കുറച്ച് കരിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിവേപ്പിലേക്ക് ആവശ്യത്തിന് ഇട്ടോട്ടോ. വീട്ടിലുള്ളതാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടോ, അതിന് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ കരിവേപ്പില എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു. ഇത് നല്ലോണം എണ്ണയിൽ കിടന്ന് ഒന്നുകൂടെ ഒന്ന് മൂക്കട്ടെ കേട്ടോ. എന്നിട്ടാണ് ബാക്കി മുളക് പൊടിയൊക്കെ ചേർത്ത് അടിപൊളിയാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മളെല്ലാം കൂടെ ദേ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നല്ലോണം ദേ മിക്സ് ചെയ്ത് കൊടുക്കും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ദേ നടുക്കൊരു കുഴി ഉണ്ടാക്കി അതിലേക്ക് നമ്മൾ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കായപ്പൊടിയും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ വീണ്ടും നമ്മൾ മിക്സ് ചെയ്യും. കായപ്പൊടി നല്ലോണം മൂത്ത് വീണ്ടും ഒരു മിക്സിങ് കൂടെ. അത് കഴിഞ്ഞിട്ട് ദേ നമ്മൾ നല്ല മുളക് പൊടി നമ്മൾ തന്നെ വീട്ടിൽ പൊടിച്ച കുറച്ച് മുളക് പൊടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂണിൽ കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നല്ലോണം ദേ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇപ്രാവശ്യം മുളക് പൊടി ഇട്ടപ്പോൾ മാത്രം കുഴി ഉണ്ടാക്കുന്നത് കണ്ടില്ല. എന്നിട്ട് നമ്മളിതേ ഇത് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് പൊടി മൂപ്പിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ മുളക് പൊടി നല്ലോണം മൂത്തതേ വന്നിട്ടുണ്ട്. നല്ല കളറൊക്കെ കണ്ടോ, നല്ലോണം കളറ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം നമുക്കങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആറിയിട്ടാണ് ബാക്കി പരിപാടി. അപ്പോൾ നല്ലോണം ആറി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് കോരി പയ്യെ അങ്ങ് മാറ്റാം. അപ്പോൾ അത് പയ്യെ നമ്മളൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയതിന് ശേഷമാണ് ബാക്കി പരിപാടി.
നല്ലോണം ആറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് കുറച്ച് വിനാഗിരി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് വിനാഗിരി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ഇപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുത്ത 1 കപ്പ് വിനാഗിരി മതിയാവും. ഇതിന് കുറച്ചു നേരം കഴിയുമ്പോൾ വറ്റുകയാണെങ്കിൽ, ആ വിനാഗിരി ഇത് വലിച്ചെടുക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ കുറച്ചുകൂടെ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കും. കുറച്ചുകൂടെ ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പം വളരെ എളുപ്പത്തിൽ നമ്മൾ ഇഞ്ചിക്കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.